ടു ടുഡേസ് വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫിഷിനെ പറ്റി സംസാരിക്കാനാണ് വന്നത്. ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫിഷോ അങ്ങനെ ഒന്നല്ല, നമ്മുടെ കടലിന്റെ ഏറ്റവും അടിത്തട്ടിലായിട്ട് ജീവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിഷാണ് ആംഗ്ലർ ഫിഷ് എന്ന് പറയും. ആംഗ്ലർ ഫിഷിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ പ്രത്യേകത ഞാൻ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അതായത് ആംഗ്ലർ ഫിഷിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആണും പെണ്ണും എല്ലാത്തിലും ഉണ്ടല്ലോ, മെയിലും ഫീമെയിലും. അതിനകത്ത് ഫീമെയിലാണ് വലിപ്പമുള്ള ആളെന്ന് പറയുന്നത്. ഫീമെയിലാണ് വലിപ്പമുള്ള ആള്, മെയിൽ വളരെ ചെറുതാണ്. പിന്നെ ഈ മെയിലായിട്ടുള്ള മെയിൽ ആംഗ്ലർ ഫിഷിന്റെ ഏറ്റവും വലിയ എയിമും അവരുടെ ലൈഫ് എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാർട്ട്ണറെ കണ്ടുപിടിക്കുമ്പോഴാണ്. അതായത് നല്ലൊരു ഇണയെ കണ്ടുപിടിക്കുമ്പോഴാണ്. അതോടുകൂടി പുള്ളി ഫിനിഷ് ആണ്. അതായത് ഈ മെയിൽ ഫിഷ് എന്ന് പറയുന്നത് ഈ ഫീമെയിൽ ഫിഷിന്റെ തലയിലായിട്ട് ഒരു ലൈറ്റ് പോലത്തെ ഒരു അവയവം ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ഇരുട്ടിൽ അത് സഞ്ചരിക്കുന്ന സമയത്ത് ഈ ലൈറ്റ് ഒരു പ്രൊജക്ഷൻ പോലെ ഇരുട്ടിൽ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ മെയിൽ ഫിഷുകൾ ആകർഷ്ടരാവുകയും ഇണയായി ചേരുകയുമാണ് ചെയ്യുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്കും പ്രശ്നമില്ലായിരിക്കും, അറിയില്ല. അതായത് ഈ മെയിൽ ഫിഷ് ഫീമെയിൽ ഫിഷിന്റെ സ്കിന്നിനകത്തോട്ട് കടിച്ച് പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് സംഭവിക്കുന്നതാണ് ട്രാജഡി. അവർക്കത് ലവ് സക്സസ് ആണ്. അതായത് ആ മെയിൽ ഫിഷ് പിന്നീട് ആ സ്ത്രീ ഫിഷായ അതിന്റെ സ്കിന്നിനോട് ചേരുകയും അതിന്റെ ആന്തരിക അവയവങ്ങൾ പിന്നെ മൊത്തം എന്താ പറയുക ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഫീമെയിൽ ഫിഷിനോട് ലയിച്ചു പോവുകയും അത് ഈ പെണ്ണായിട്ടുള്ള മത്സ്യത്തിന് പിന്നീട് ബീജം ആവശ്യം വരുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ജഡമായ വസ്തുവാണ്. പിന്നെ ആ ഫിഷിന് നിലനിൽപ്പില്ലാതെ അതിന്റെ ശരീരത്തിനോട് ലയിച്ച് ഒരു ബോഡി പാർട്ട് പോലെ ലയിച്ചു ചേരുകയും അവർക്ക് വേണ്ട സമയത്ത് ബീജം കൊടുക്കുകയും ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് മാത്രമാണ് പിന്നെ ആ മെയിൽ ആംഗ്ലർ ഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തം അസ്തിത്വം തന്നെ നശിപ്പിച്ച് ഒരു ഇണയെ കണ്ടെത്തുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസിനെ പറ്റി ഞാൻ അറിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇനി ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പീഷീസിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേക്ക്, പിന്നെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തേക്ക് കേട്ടോ. താങ്ക്